എല്ലാവർക്കും നല്ല നമസ്കാരം. ജാനുവരി 29 മുങ്ങിയതാണ്, ഇപ്പോഴാണ് പൊങ്ങുന്നത്. ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും ഇത്ര നാളെ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും കമൻസിൽ. അതിനുള്ള ഉത്തരം ഇപ്പോഴേ പറഞ്ഞേക്കാം. ഒരു നെടുനീളം ബ്രേക്ക് എടുത്തതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ബേൺ ഔട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടി വരുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരവും മനസ്സൊക്കെ അങ്ങ് മടുക്കും. അപ്പം നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ ലോങ് ഡ്രൈവിന് പോകുമ്പോൾ വണ്ടിയിൽ എൻജിൻ ഓവർ ഹീറ്റ് ആയാലും നിർത്താണ്ട് ഓടിക്കുന്ന പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും വണ്ടി സൈഡാവും. അതുപോലെ നമ്മളും അങ്ങനെ നിർത്താണ്ട് പണിയെടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് മടുത്തു പോകും. അപ്പം ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തതാണ്. എനിക്കറിയാം നിങ്ങളിൽ ചില ആളുകളൊക്കെ വീഡിയോസ് എന്താ വരാത്തതെന്ന് കമൻസൊക്കെ ഇട്ടിരുന്നു. മകനെ മടങ്ങി വരൂ എന്നുള്ള നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്കൊക്കെ എടുത്തു, ഇപ്പോൾ കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിട്ട് തോന്നുന്നു. ഇനി വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴേക്കും ചില മാറ്റങ്ങളുണ്ട്. ഞാൻ ഈ ബ്രേക്ക് എടുത്തതിൻ്റെ ഇടയ്ക്കൊക്കെ എക്സ്പോ ഒക്കെ പോയായിരുന്നു കേട്ടോ, ഇവിടെ ദുബായിൽ നടന്നത്. അപ്പം എക്സ്പോ 2020 ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെയുള്ള പവലിയൻസൊക്കെ ഓരോന്നായിട്ട് കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടെക്കിനെ കാണുന്ന പെർസ്പെക്റ്റീവിന് തന്നെ ഇപ്പോൾ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ മൊബൈൽ റിവ്യൂസും ടെക് ന്യൂസും പോലുള്ള റെഗുലർ പങ്ക്തികളുടെ മേലെ ഫ്യൂച്ചർ ടെക്നോളജി കൂടുതലായിട്ട് കവർ ചെയ്യും. റോബോട്ടിക്സ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അങ്ങനെ നമ്മളിനി ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഇൻഡെപ്തിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിൽ നല്ല അടിപൊളി ചേട്ടന്മാർ ഇഷ്ടം പോലെ മൊബൈലിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ മൊബൈൽ റിവ്യൂസ് ചെയ്യില്ലെന്നല്ല കേട്ടോ, അതുക്കും മേലെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത്. സോ ഫ്യൂച്ചർ ടെക്ക് കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതുപോലൊരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു വീഡിയോ കിട്ടി കഴിയുമ്പോഴേക്കും യൂട്യൂബ് അൽഗോരിതത്തിന് പൊതുവെ പുച്ഛം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ പുച്ഛത്തിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് ഈ വീഡിയോ റെക്കമെൻഡേഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മച്ചാനെ യു ആർ ഓസം. കാരണം ഇതുവരെ എന്നെ നേരിട്ട് കണ്ടിട്ട് പോയിട്ട് അറിയത്തുപോലില്ലാത്ത എന്നെ നിങ്ങൾ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഇന്ന വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ബട്ട് താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു നെവർ ഡിസപ്പോയിൻറ്റ് യു. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.